ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ടെന്ന് നിങ്ങൾ നോക്കിയാലാണ് അതിൻ്റെ കൗതുകം നമുക്ക് മനസ്സിലാവുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലമാണ് ആറ്റിങ്ങൽ. എന്ന് വെച്ചാൽ മാധ്യമ നിരീക്ഷകരോ പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സോ ഒന്നും തന്നെ ആറ്റിങ്ങലിൽ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഞാൻ ആറ്റിങ്ങലിലെ ഓരോ ബൂത്തുകൾ അടിസ്ഥാനത്തിൽ നോക്കി. അതായത് കണ്ണൂരിലെ പോലെ CPM-ൻ്റെ പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം വി മുരളീധരൻജിക്കാണ് വോട്ട് കിട്ടിയിരിക്കുന്നത്. ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായിട്ട് പട്ടികജാതി, പട്ടികവർഗം, ഈഴവ, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഒരു വലിയ കുതിച്ചുചാട്ടം BJP-യിലേക്ക് ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ വയനാട്ടിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കി. താഴെ വോട്ട് കുറവാണ് BJP-ക്ക്. പക്ഷേ ട്രൈബൽ കമ്മ്യൂണിറ്റി എങ്ങനെ വോട്ട് ചെയ്തെന്ന് ഞാൻ നോക്കി. അത് നമ്മുടെ ആറ്റിങ്ങലിലെ നിങ്ങൾ ആ ഒരു ട്രൈബൽ കോളനികൾ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം നോക്കിയാൽ, ട്രിവാൻഡ്രം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ട്രൈബൽ കോളനികൾ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നോക്കിയാൽ അവിടെ ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ വലിയ പ്രചാരണ ബഹളം കൊണ്ടോ ഒന്നുമല്ല, അവരുടെ മനസ്സിൽ BJP-യെ സംബന്ധിച്ചുള്ള ആശയത്തെ സംബന്ധിച്ചുള്ള ഒരു ഇതുണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല.